ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിലാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സുദീർഘമായ കാവ്യം തന്നെയുള്ളത്. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചന വരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പൗലോസ്ലീഹ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുമൊക്കെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന ഈ വചനത്തിൻ്റെ ഗ്രീക്ക് പദം, അതായത് ഒന്നുമല്ല എന്നതിൻ്റെ ഗ്രീക്ക് പദം ഉഡെയ്സ് എന്ന ഒരു പദമാണ്. യുഡെയ്സ് എന്നാൽ നത്തിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ശൂന്യമാണ്, പൂജ്യമാണ്, അവിടെ നിലനിൽപ്പില്ല. യുഡെയ്സ് എന്നാൽ അവിടെ ഒരു വസ്തുവിന്, ഒരു വ്യക്തിക്ക് നിലനിൽപ്പില്ല, ജീവനില്ല. ആ വസ്തു, ആ വ്യക്തി പിന്നെ ഒന്നിനും ഉപയോഗമില്ലാത്ത, കൊള്ളില്ലാത്തവനാണ്, ഉപയോഗമില്ലാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ യുഡെയ്സിൻ്റെ അല്ലെങ്കിൽ ഒന്നുമല്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം തിരുവചനം ഒന്ന് വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഇവിടെ ഉപ്പിൻ്റെ ഉറകെട്ട് പോവുക എന്നതിന് ഉള്ള ഗ്രീക്ക് പദം യുഡെയ്സ് ആണ്. അതായത് ഉപ്പിൻ്റെ ഉറ, അതായത് ഉപ്പിൻ്റെ ഉപ്പുരസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപ്പ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ? ഉപ്പിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഇല്ലാതാകുന്നത്. ഉപ്പല്ലാതായിട്ട് മാറുന്നു. സ്നേഹമുള്ളവരെ, അതിൻ്റെ ഉപ്പുരസം കെട്ടുപോയാൽ ഉപ്പല്ലാതായിട്ട് മാറുന്നത് പോലെ തന്നെയാണ് സ്നേഹമറ്റുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലെ സ്നേഹമാണ് അവൻ്റെ മനുഷ്യത്വം, അവനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അവനിലെ സ്നേഹമാണ്, മറ്റൊന്നുമല്ല. ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ അത് വലിച്ചെറിഞ്ഞാൽ പോലും അതാർക്കും വേണ്ട. അതുപോലെ തന്നെയാണ് സ്നേഹമില്ലാത്ത മനുഷ്യനും. സ്നേഹമില്ലാത്ത മനുഷ്യനെ പിന്നെ ആർക്കും വേണ്ട. സ്നേഹമില്ലാത്ത മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. എനിക്ക് എല്ലാ വരങ്ങളുമുണ്ട്, എല്ലാ രഹസ്യങ്ങളും ഗ്രഹിക്കുവാനുള്ള ശക്തിയുണ്ട്, എല്ലാ വിജ്ഞാനവുമുണ്ട്, മലകളെ മാറ്റാൻ തക്ക കഴിവും വിശ്വാസമുണ്ട്. പക്ഷെ ഒന്നു മാത്രമില്ല, എന്തില്ല? സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ യുഡെയ്സ് ആണ്, എനിക്ക് നിലനിൽപ്പില്ല, ഐ ആം നത്തിങ്, ഞാൻ ശൂന്യമാണ് എന്ന സത്യമാണ് പൗലോസ്ലീഹ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവനൊരു മനുഷ്യനായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന പൗലോസ്ലീഹ നമ്മളോട് വളരെ മനോഹരമായിട്ട് വീണ്ടും പറയുന്നുണ്ട്, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നമുക്കറിയാം, ഈ ചേങ്ങലയും കൈത്താളവും ഒക്കെ സംഗീത ഉപകരണങ്ങളാണ്. ഒരു സംഗീത കച്ചേരിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു 10 പേരും സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി ആയിക്കൊള്ളട്ടെ, അതിലൊരു വ്യക്തി താളബോധമില്ലാതെ ഏതെങ്കിലും ഒരു സംഗീത ഉപകരണം വായിച്ചു കഴിഞ്ഞാൽ ആ കച്ചേരി മുഴുവനും താറുമാറാകും, അല്ലേ? ഒരാൾ വിചാരിച്ചാൽ മതി, ഒരൊറ്റയാളുടെ ശ്രദ്ധക്കുറവ്, ഒരൊറ്റയാളുടെ താളബോധക്കുറവ് അല്ലെങ്കിൽ പിഴവ് മതി ആ കച്ചേരി മുഴുവനും താറുമാറാക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ഇടവകയും ഒക്കെ. സ്നേഹമില്ലാത്ത ഒരൊറ്റ വ്യക്തി മതി. യുഡെയ്സ് ആയിട്ടുള്ള, നിലനിൽപ്പില്ലാത്ത, സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത, സ്നേഹം കൊടുക്കുവാൻ സാധിക്കാത്ത ഒരൊറ്റ വ്യക്തിയുണ്ടെങ്കിൽ ആ കുടുംബം തകരും, ആ ഇടവക തകരും, ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളർന്നു വരും. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് അത്രമാത്രം
പ്രസക്തിയുള്ള ഒരു ദൈവിക മൂല്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാബേൽ ഗോപുരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. ഈ ബാബേൽ ഗോപുരത്തിലുള്ള വ്യക്തികൾക്ക് പരസ്പര സ്നേഹമില്ലായിരുന്നു. അവർ തമ്മിൽ എപ്പോഴും തർക്കം, കുറ്റപ്പെടുത്തലുകൾ, വെല്ലുവിളി, ഒരുപക്ഷെ അസഭ്യ ഭാഷണങ്ങൾ, ഇതൊക്കെ കൊണ്ട് പരസ്പര സ്നേഹമില്ലാത്തത് കൊണ്ട് ബാബേൽ ഗോപുരത്തിന് നിലനിൽപ്പ് ഇല്ലാതെയായിട്ട് മാറുന്നു. അവിടെ സ്നേഹത്തിൻ്റെ അഭാവമാണ് ആ ജനത്തെ തമ്മിലടിപ്പിച്ചത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒട്ടും സ്നേഹമില്ലാത്ത ഒരൊറ്റ വ്യക്തി, അതൊരു മദ്യപാനിയായിട്ടുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കാത്തൊരു വ്യക്തിയായിക്കൊള്ളട്ടെ, എപ്പോഴും കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയെ താറടിച്ച് കാണിക്കുകയും എപ്പോഴും കുറ്റം പറയുകയും ചെയ്യുന്നൊരു വ്യക്തിയായിക്കൊള്ളട്ടെ, ഒരാൾ മതി കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുവാൻ, കുടുംബത്തെ തകർത്ത് എറിയുവാനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. സ്നേഹമാണ് നമ്മളെയൊക്കെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്നത് എന്ന സത്യം, എന്ന യാഥാർത്ഥ്യം നമ്മുടെ മനസ്സുകളിൽ നമുക്ക് കുറിച്ചിടാം. ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വൺ വേ ട്രാഫിക് ആകരുത് എന്നുള്ളതാണ്. അതായത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ഇങ്ങോട്ട് സ്നേഹം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇനി ചില വ്യക്തികളുണ്ട്, അവർക്ക് സ്നേഹം മറ്റുള്ളവരുടേത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിച്ചാലും അവർക്ക് മനസ്സിലാകില്ല ഒരാൾ അവരെ സ്നേഹിക്കുന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ അതിനർത്ഥം സ്നേഹം ടു വേ ട്രാഫിക് ആയിരിക്കണം. സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനുമുള്ള ഒരു നല്ല ഹൃദയം, നല്ല മനസ്സെനിക്കുണ്ടാകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ രുചി മനസ്സിലാകുന്നത്. നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ അന്തസ്സത്ത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ സ്നേഹം നുകരുവാനും സ്നേഹം പകരുവാനും എനിക്ക് കഴിവുണ്ടായിരിക്കണം. നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എത്ര വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഇൻകമിങ് നിലച്ചാൽ ആ ഫോണിനെ കൊണ്ട് പിന്നെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അതിൻ്റെ ഔട്ട് ഗോയിങ്ങിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ അങ്ങോട്ട് വിളിച്ചാൽ ശബ്ദം അങ്ങോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഇൻകമിങ് ഇല്ല. ഇൻകമിങ് നിലച്ച ഫോണും ഔട്ട് ഗോയിങ് നിലച്ച ഫോണും പോലെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ട്രാഫിക്ക്. ഒന്നെങ്കിൽ സ്നേഹം നുകരുവാൻ എനിക്ക് കഴിവില്ലെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ സ്നേഹം പകരുവാനായിട്ട് എനിക്ക് കഴിവില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണമായി തീരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ചില വ്യക്തികൾക്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും ചങ്ക് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല നമ്മുടെയൊക്കെ സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ അപ്പന്മാർക്ക്, പുരുഷന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭാര്യമാർ എത്രമാത്രം സ്നേഹിച്ചാലും എത്രമാത്രം കരുതൽ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നൽകിയാലും അവർക്കൊരിക്കലും തിരികെ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹം പകർന്നു നൽകുവാനായിട്ട് അവരെ കൊണ്ട് മനസ്സിലാകുന്നില്ല. സ്നേഹം നുകരുവാനായിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു അമ്മച്ചീനോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ മകന് പണ്ടുണ്ടായിരുന്നത്ര സ്നേഹം എന്നോടില്ല. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ചോദിച്ചപ്പോൾ പറയാ, എന്നോടിപ്പം മിണ്ടുന്നില്ല എൻ്റെ അച്ഛാ. ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കുണ്ടായിട്ടില്ല, പക്ഷേ ഏതോ ഒരു കാലയളവ് തൊട്ട് എൻ്റെ പൊന്നുമകൻ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി തനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല. അപ്പോൾ സ്നേഹം ആ അമ്മ കൊടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ തിരികെ ലഭിക്കാത്തപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഇതാണ്. സ്നേഹം നുകരുവാനും സ്നേഹം പകരുവാനും നമ്മെക്കൊണ്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, സ്നേഹം നുകരുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ, സ്നേഹം പകരുവാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിന് ഞാൻ പറഞ്ഞതുപോലെ അത് ഉഡേയ്സ് ആയിട്ട് മാറുന്നു. അതായത് എനിക്ക് നിലനിൽപ്പില്ലാതെ മാറുന്നു, എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ മാറുന്നു. എന്നെ സ്നേഹിക്കാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ എന്തിനാണ്? എൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് ഈ ഭൂമിയിൽ, ഈ ഭൂഗോളത്തിൽ ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് നിലനിൽക്കുന്നത് എന്ന ഒരു ചിന്ത ഓരോ വ്യക്തികളുടെയും മനസ്സിലുണ്ടാവും. പലപ്പോഴും ആത്മഹത്യാ പ്രവണതകളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് സ്നേഹത്തിൻ്റെ അഭാവമാണ് എന്ന് ഞാൻ പറയും. അതായത് ഒന്നുകിൽ എൻ്റെ സ്നേഹം അങ്ങോട്ടേക്ക് ആർക്കും വേണ്ട, സ്നേഹം സ്വീകരിക്കാൻ ആരുമില്ല. ഇനി അതുമല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്നേഹം പകർന്നു നൽകുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ നിലനിൽപ്പിനെ തന്നെ, എൻ്റെ ജീവിതത്തെ തന്നെ ചോദ്യം ചെയ്യും. പലപ്പോഴും ഇത്തരം ചിന്താഗതികളാണ്, ഇത്തരം ദുരനുഭവങ്ങളാണ് ആത്മഹത്യകളിൽ കലാശിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആത്മഹത്യ ചെയ്തതായി കുറിക്കപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളുടെ ജീവിതം നമ്മൾ പെട്ടെന്ന് പരിശോധിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലൂടെ കണ്ണോടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലയ്ക്കുമ്പോഴാണ്
ഒരു വ്യക്തി മൃതമായിട്ട് മാറുന്നത്, ആ വ്യക്തിയുടെ നിലനിൽപ്പ് ഈ ഭൂമിയിൽ ഇല്ലാതാകുന്നത്. ഒന്നാമത്തെ ഉദാഹരണം 2 സാമുവേൽ 17-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ കാണുന്ന അഹിതോഫൽ എന്ന ഒരു കഥാപാത്രമാണ്. ആരായിരുന്നു അഹിതോഫൽ? ദാവീദ് രാജാവിൻ്റെ ഒരു ഉപദേഷ്ടാവായിരുന്നു അഹിതോഫൽ. പക്ഷെ അഹിതോഫൽ ദാവീദിനെ വഞ്ചിച്ചിട്ട് ദാവീദിൻ്റെ മകനും ശത്രുവുമായ അബ്സലോമിൻ്റെ പാളയത്തിലേക്ക് കുടിയേറി പാർത്തു. നമുക്കറിയാം, ഈ ഉപദേഷ്ടാക്കൾ, പ്രത്യേകിച്ചും യുദ്ധകാലങ്ങളിൽ ഉപദേഷ്ടാക്കൾ എന്നൊക്കെ പറയുന്നത്, അവർക്ക് ഒരു രാജ്യത്തിൻ്റെ, ഒരു രാജാവിൻ്റെ സകലമാന സീക്രട്ടുകളും രഹസ്യങ്ങളും അവർക്കറിയാം. അപ്പോൾ ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള രഹസ്യങ്ങളുമായിട്ടാണ് അഹിതോഫൽ ദാവീദിനെ വഞ്ചിച്ച് അബ്സലോമിൻ്റെ പാളയത്തിലേക്ക് കുടിയേറി പാർക്കുന്നത്. അപ്പോൾ അഹിതോഫൽ ചിന്തിച്ചു, അബ്സലോം തന്നെ സ്വീകരിക്കും, അബ്സലോം എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാ വിധത്തിലുള്ള പണവും പ്രതാപവും നൽകി തന്നെ സ്വീകരിക്കുമെന്നാണ് അഹിതോഫൽ വിചാരിച്ചത്. പക്ഷേ അബ്സലോം അഹിതോഫലിനേക്കാൾ കുരുട്ടുബുദ്ധിയായിരുന്നു. അബ്സലോം ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പനെ, എൻ്റെ ശത്രുവിനെ വഞ്ചിച്ചു വന്ന ഇവൻ നാളെ ഒരുപക്ഷെ എന്നെയും വഞ്ചിച്ചേക്കാം എന്ന് പറഞ്ഞ് അഹിതോഫലിനെ അബ്സലോം തിരസ്കരിക്കുന്നു. അപ്പോൾ അഹിതോഫലിന് മനസ്സിലാകുകയാണ്, എനിക്കിനി നിലനിൽപ്പില്ല. കാരണം എന്താണ്? എൻ്റെ യജമാനനായ ദാവീദിനെ ഞാൻ വഞ്ചിച്ചു, ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു, അദ്ദേഹത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പോൾ സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലച്ചിരിക്കുന്നു. അഹിതോഫലിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്നേഹം നുകരാൻ കഴിഞ്ഞില്ല. കണ്ടോ, ദാവീദിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് അഹിതോഫലിനെ കൊണ്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സ്നേഹം പകരുവാനായിട്ടും അഹിതോഫലിനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവൻ്റെ സ്നേഹത്തിന് വില കൊടുക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഇത് മനസ്സിലാക്കിയ അഹിതോഫൽ തൻ്റെ വഞ്ചനയെ ഓർത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. വിശാലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല, ജീവിതം അർത്ഥശൂന്യമായിക്കൊണ്ടിരിക്കുന്നു, എന്നെ ആർക്കും വേണ്ട, എനിക്കാരെയും വേണ്ട എന്നുള്ള തരത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ പുണ്ണായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകുന്നത്, ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നത്. സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ എൻ്റെ സാന്നിധ്യം എനിക്ക് തന്നെ ഒരു ഭാരമായിട്ട് അനുഭവപ്പെടും. മറ്റൊരു കഥാപാത്രമാണ് രാജാവായ സിമ്രി. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള തിരുവചനങ്ങളിലാണ് സിമ്രിയുടെ കഥ നാം വായിക്കുന്നത്. ഗൂഢാലോചന നടത്തിയിട്ട് മുൻ രാജാവായ ഏലായെ വധിച്ച് 7 ദിവസം ഇസ്രായേൽ രാജാവായിട്ടിരുന്ന വ്യക്തിയാണ് സിമ്രി എന്ന് പറയുന്നത്. പക്ഷേ സിമ്രിയുടെ ഈ ഗൂഢാലോചനയും കള്ളത്തരവും ഒക്കെ ജനത്തിന് മനസ്സിലാകുന്നു. ജനം ഈ പുതിയ രാജാവായ സിമ്രിയെ തള്ളിക്കളയുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സിമ്രിയെ അവർ സ്ഥാനഭ്രഷ്ടനാക്കുവാനായിട്ട് ചിന്തിക്കുന്നു. പുതിയ രാജാവായ ഓമ്രിയെ അവർ സ്ഥാനാരോഹണം ചെയ്ത് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ സിമ്രിക്ക് മനസ്സിലാകുകയാണ്, തന്നെ ആർക്കും വേണ്ട, താൻ തൻ്റെ യജമാനനായ ഏലായെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല, ഇപ്പോഴിതാ എന്നെയും ആർക്കും വേണ്ട എന്ന് മനസ്സിലാക്കിയ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് തീ കൊളുത്തി ആത്മാഹൂതി ചെയ്തു. ഇവിടെയും കഥ നമ്മൾ പറഞ്ഞ അതേ വേവ് ലെങ്തിൽ തന്നെയാണ് വരുന്നത്. സ്നേഹം നുകരുവാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല, സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് ആർക്കും താല്പര്യമില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം, പ്രിയമുള്ളവരെ, നിശ്ചലമായിട്ട് മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ സിമ്രിയും അഹിതോഫലും ഒക്കെ. വീണ്ടും ന്യായാധിപന്മാരുടെ 16-ാം അധ്യായത്തിൽ കാണുന്ന നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയുണ്ട്, സാംസൺ. സാംസൺ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ പലരും ശങ്കിച്ചേക്കാം, സാംസൺ ആത്മഹത്യ ചെയ്തുവോ? അതെ, സാംസണെ സംബന്ധിച്ചിടത്തോളം സാംസന്റെ ചുറ്റും ഫിലിസ്തീയക്കാർ വളയുന്നു. സാംസന്റെ ശക്തി അവർ മനസ്സിലാക്കി ആര് വഴി? സാംസന്റെ പ്രിയതമയായ ദലീല വഴി. അപ്പോൾ സാംസൺ നോക്കിയപ്പോൾ താൻ ഒറ്റ കൊടുക്കപ്പെട്ടു, താൻ ഏറെ സ്നേഹിച്ച ദലീല തന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഇതാ ശത്രുക്കളും തനിക്ക് ചുറ്റും വട്ടം കൂടിയിരിക്കുന്നു. സാംസൺ ഉള്ളിലേക്ക് കയറി ചെന്ന് 2 തൂണുകളും പിടിച്ച് കുലുക്കി ആ കെട്ടിടം മുഴുവൻ ഉരുട്ടി വീഴിച്ച് നശിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഫിലിസ്തീയരുടെ കൂടെ ഞാനും മരിക്കട്ടെ എന്ന്. അതെ, അദ്ദേഹവും ആത്മഹത്യ ചെയ്യുക തന്നെയാണ് ചെയ്തത്. കാരണം സാംസണെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ വരവ് നിലച്ചു. താൻ വഞ്ചിക്കപ്പെട്ടു. ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ ഇനി എൻ്റെ പ്രിയതമയെയും എൻ്റെ നാട്ടുകാരെയും ഒന്നും സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ വഞ്ചിച്ചു, എന്നെ ആർക്കും വേണ്ട. ഈ ഒരു ചിന്താഗതിയാണ് സാംസനെയും ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനി നമുക്കെല്ലാം അറിയാവുന്ന പുതിയ നിയമത്തിലെ കഥാപാത്രമാണ് ഒറ്റുകാരനായ യൂദാസ്, അല്ലേ? യൂദാസ് ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരൊറ്റ കാരണം, അവന് തൻ്റെ ഗുരുവും നാഥനുമായ യേശുനാഥൻ്റെ സ്നേഹം നുകരുവാൻ, തിരിച്ചറിയുവാൻ സാധിച്ചില്ല.
യേശുവിന് കൊടുക്കേണ്ടതായ സ്നേഹവും കരുതലും കൊടുക്കുവാനായിട്ട് അവനും സാധിച്ചില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലച്ചപ്പോൾ യൂദാസ് മനസ്സിലാക്കുന്നു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ ഭൂമിക്ക് ഞാനൊരു ഭാരമാണ്, എന്നെ വേണ്ടവരാരുമില്ല, എനിക്കും ആരെയും വേണ്ട. അതോടുകൂടി അയാളുടെ ജീവിതവും നിശ്ചലമായിട്ട് മാറുന്നു, ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷിതമായിട്ട് മാറുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പല ആത്മഹത്യാ കുറിപ്പുകളും സ്നേഹത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് നമുക്കറിയാം. ആത്മഹത്യാക്കുറിപ്പുകളൊക്കെ എവിടെയെങ്കിലും പോലീസുകാർ അത് പലപ്പോഴും ഇൻ്റർനെറ്റിലോ കാണാം, ഈ ആത്മഹത്യാക്കുറിപ്പുകളെക്കുറിച്ചൊക്കെ. ഈ ആത്മഹത്യാക്കുറിപ്പുകളിലൊക്കെയും അവർക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയ വർണ്ണനകൾ കാണാം. എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയല്ലോ. ചിലയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ഇന്ന് അർത്ഥമില്ല എന്ന് തോന്നിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ ആരെയൊക്കെയോ സ്നേഹിക്കാനായിട്ട് മറന്നുപോയിരിക്കുന്നു, സ്നേഹത്തിലുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ തിരസ്കരിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ടുന്ന ചിലർ, എന്നെ കരുതേണ്ട ചിലർ, എന്നെ പൊന്നുപോലെ പൊതിഞ്ഞു പിടിക്കേണ്ട ചിലർ എന്നെ കൈവിടിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ വരവും പോക്കും നിലച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇനി സ്നേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് നമ്മളിന്ന് വിശകലനം ചെയ്യുകയാണ്. ജോസഫ് പീപ്പർ എന്ന പ്രസിദ്ധനായ ഗ്രന്ഥകർത്താവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് എന്ന മനോഹരമായ ഗ്രന്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിർവചനം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ടു ലവ് ഈസ് ടു സേ ദാറ്റ് ഐ വാണ്ട് യു ടു എക്സിസ്റ്റ്. സ്നേഹിക്കുന്ന ഒരു വ്യക്തി താൻ ആരെ സ്നേഹിക്കുന്നോ ആ വ്യക്തിയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നീ എപ്പോഴും ജീവിച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത്. നീ ജീവിച്ച് കാണണം, നീ എന്നേക്കുമായിട്ട് നിലനിൽക്കണം, അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി ഞാൻ തയ്യാറാണ്, ഞാൻ മരിച്ചാലും സാരമില്ല, നീ ജീവിച്ച് കാണണമെന്ന് ഞാൻ ആരോടൊക്കെ എന്തിനോടൊക്കെ പറയുന്നുവോ ആ വ്യക്തിയെ, ആ വസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഈശോ തന്നെ പറയുന്നില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. വെറുതെ തട്ടിയും മുട്ടിയും ജീവിച്ചാൽ മാത്രമല്ല, നല്ല ഉശിരോടും നല്ല വിശ്വാസത്തോടും ജീവൻ തുളുമ്പി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. യോഹന്നാൻ 10:10. അതോടൊപ്പം തന്നെ ഈശോ നമുക്ക് ജീവനുണ്ടാകുവാനായിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? തൻ്റെ ജീവൻ പോലും അവിടുന്ന് നമുക്ക് വേണ്ടി നൽകുകയാണ് ചെയ്തത്. ഇതാണ് ജോസഫ് പീപ്പർ പറയുന്നത്, ടു ലവ് ഈസ് ടു സേ ദാറ്റ് ഐ വാണ്ട് യു ടു എക്സിസ്റ്റ്. ഞാൻ മരിച്ചാലും സാരമില്ല, പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിച്ച് കാണണമെന്ന് ഞാൻ അതാണ് യഥാർത്ഥ ജീവിതപഥ പറയുന്നത്. ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ പകർത്തി എഴുതിയാൽ സ്നേഹത്തിൻ്റെ യഥാർത്ഥ നിർവചനം ഇതുതന്നെയാണ്. ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യ എന്നും സന്തോഷവതിയായിട്ട് ജീവിച്ച് കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഭർത്താവിന് സ്വന്തം ഭാര്യയോട് വലിയ സ്നേഹമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനും മക്കൾ, തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ കാലാകാലം സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് സ്വന്തം മക്കളോട് വലിയ സ്നേഹമുണ്ട്. കമിതാക്കളെയൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. പ്രണയത്തിലായിരിക്കുന്നവരെ, അവർ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, അവരുടെ എപ്പോഴും പരസ്പരമുള്ള സംഭാഷണം എന്തായിരിക്കും? നീ ജീവിക്കണം കേട്ടോ, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും സന്നദ്ധനാണ്, സന്നദ്ധയാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്നെങ്കിൽ ഒന്നിച്ച് മരിക്കും, ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, പല ആത്മഹത്യാ കുറിപ്പുകളിലും സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് എന്ന്. എന്നാൽ പല പ്രണയലേഖനങ്ങളിലും മരണത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. അതായത് ഞാൻ സ്നേഹിക്കുന്നത് ജീവിതാന്ത്യം വരെ സ്നേഹിക്കും. ഇതാണ് പറയുന്നത്, ടു ലവ് ഈസ് ടു സേ ദാറ്റ് ഐ വാണ്ട് യു ടു എക്സിസ്റ്റ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളിൽ ചിലരുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് ചില വസ്തുക്കളോടോ ചില പണത്തോടോ ഒക്കെ ആയിരിക്കാം. ഉദാഹരണത്തിന് ഭോഷനായ ധനികൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ, ആ ധനികൻ്റെ ജീവിതത്തിൽ അവൻ മനുഷ്യരെ ആരെയും സ്നേഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പണം അത് കാലാകാലം നിലനിൽക്കണം, തൻ്റെ സമ്പത്തിന് ഒന്നും സംഭവിച്ചുകൂടാ, അതിനുവേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുവാൻ പോലും ആ വ്യക്തി തയ്യാറാണ്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ഇത്തരമൊരു ജീവിത ശൈലിയിലേക്ക് ചെന്ന് പതിച്ചേക്കാം. അതായത് എനിക്ക് മറ്റാരുടെയും ഒരാവശ്യമില്ല, എൻ്റെ സ്വത്ത്, എൻ്റെ പണം അത് കാലാകാലം നിലനിൽക്കണം, അത് വർദ്ധിക്കുവാനായിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്, കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് ഞാൻ ഏതറ്റം വരെ പോകും, എൻ്റെ ആരോഗ്യം പോലും പണയപ്പെടുത്തുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് ഉള്ളൊരു മനസാക്ഷിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ അതിനർത്ഥം എൻ്റെ സ്നേഹവും എൻ്റെ താല്പര്യവും പണത്തോടും സമ്പാദ്യത്തോടും മാത്രമാണ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം,
ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വിവരണമാണ് അവിടെ കാണുന്നത്. ഈ ഒരു വിവരണമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ പകർത്തി എഴുതേണ്ടത്. വചനം പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഇടവകയിലുള്ളവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനാണ് ഈ ഭൂമിയിൽ എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു, വചനത്തിൻ്റെയും ചില ഗ്രന്ഥങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. ഏറ്റവും നല്ല ഉദാഹരണം അത് പരിശുദ്ധ ത്രിത്വമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികൾ എപ്പോഴും പരസ്പരം പറയുന്നത് എന്തായിരിക്കും? ഐ വാണ്ട് യു ടു എക്സിസ്റ്റ്. പിതാവ് പുത്രനോട് പറയുന്നത്, പുത്രൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, അവർ സദാകാലം ശാശ്വതമായി നിലനിൽക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവർ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ്. നമുക്ക് ദൈവത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് അറിയാം. ദൈവത്തിന് ആദിയില്ല, ദൈവത്തിന് അന്ത്യമില്ല. എങ്ങനെയാണ് ദൈവം കാലാകാലം ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആ 3 വ്യക്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരസ്പര സ്നേഹം. സ്നേഹമില്ലെങ്കിൽ പുത്രന് നിലനിൽപ്പില്ല, സ്നേഹമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഈശോയെ ഭൂമിയിൽ അയച്ചുകൊണ്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെയും ആ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം 21 22 തിരുവചനങ്ങളിൽ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇപ്രകാരമാണ്, ഓ പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനവും ഒന്നായിരിക്കട്ടെ. സ്നേഹത്തിൽ നാം ഒന്നായിരിക്കുന്നത് പോലെ, സ്നേഹം മൂലം ശാശ്വതമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത് പോലെ ഈ ജനവും നമ്മളോടൊപ്പം ഒന്നായി ചേരണമെന്ന മനോഹരമായൊരു പ്രാർത്ഥന. ചിലേറെ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചൊന്ന് ധ്യാനിച്ചു നോക്കുക. എന്താണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്? പിതാവായ ദൈവത്തിന് സ്വപുത്രനോടുള്ള വലിയ സ്നേഹം. അവൻ നശിച്ചു കാണരുത്, അവൻ ഈ ഭൂമിയിൽ ജീർണിക്കുവാൻ ഇടവരുത്തരുത്, തൻ്റെ പ്രിയപ്പെട്ടവൻ ഇവിടെ ജീർണിക്കുവാൻ ഇടവരുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവം അവനെ ഉയർത്തുകയാണ് ചെയ്തത്. കണ്ടോ, സ്നേഹമുള്ള വ്യക്തികൾ എങ്ങനെയാണ്? ഒരിക്കലും അപരൻ, കൂടെയുള്ളയാൾ മരിച്ചു കാണുവാനായിട്ട്, ചത്തൊടുങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈശോയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവത്തിലെ 3 വ്യക്തികൾ ശാശ്വതമായി ജീവിക്കുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നിന്നാൽ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കും ഉത്ഥാനമുണ്ടാകും. അതുവഴിയായിട്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സ്നേഹബന്ധത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള സത്യം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെയും സ്നേഹിച്ചു. നോക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ അനന്ത സ്നേഹത്തിലേക്ക് നമ്മളെയും ഈശോ വിളിക്കുന്നത് ശിഷ്യത്വത്തിലൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ ഉത്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടുമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലുമൊക്കെ ഈ ത്രിത്വൈക ദൈവത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള സ്നേഹത്തെ നമ്മളും സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ഛാ, അമ്മച്ചി എപ്പോഴും ഞങ്ങളെ ശപിച്ച് സംസാരിക്കും, നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന രീതിയിൽ മക്കളെ ശപിക്കുന്ന ചില മാതാപിതാക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനി ചിലരാകട്ടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിന് പകരമായിട്ട് മറ്റു ചിലതിനെയൊക്കെ പ്രതിഷ്ഠിക്കും. സ്നേഹത്തിന് പകരമായിട്ട് പ്രതിഷ്ഠിക്കുന്നതാണ് കാമം. സ്നേഹവും കാമവും ഒന്നാണ് എന്നാണ് പലപ്പോഴും പലരുടെയും ചിന്ത. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം നുകരാനും സ്നേഹം പകരാനും സാധിക്കാതെ വരുമ്പോൾ മറ്റു പലരുടെയും പിന്നാലെ പോവുകയും തെറ്റായ ബന്ധങ്ങളിലും അവിഹിതമായ ബന്ധങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് സ്നേഹത്തിന് പകരം പിശാച് പകർന്നു നൽകുന്ന കാമത്തെ മുറുകെ പിടിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞിനെ തൊട്ടിൽ ഉപേക്ഷിച്ചിട്ട് അമ്മ ഓടിപ്പോയി. ഇതൊന്നും പണ്ട് കാലത്തൊന്നും ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പാപങ്ങളാണ്. കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന തരത്തിൽ നമുക്ക് പറയാൻ പോലും വളരെ വിഷമമാണല്ലേ. ഇത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, സ്നേഹം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിന് പകരം കാമത്തെ പ്രതിഷ്ഠിക്കുകയും ഭൂമിയിലുള്ള സകലരെയും വെറുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ വക്താക്കളല്ല, മറിച്ച് തിന്മയെയാണ് മുറുകെ പിടിക്കുന്നത്. വിശേലേറെ സ്നേഹമുള്ളവരെ, ഈശോയോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോയുടെ പ്രകാശ വലയത്തിലായിരിക്കാം. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും
സ്നേഹത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.